ഹായ് ഹലോ ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. എന്തൊക്കെയുണ്ട് എല്ലാവരും? പ്രിപ്പറേഷൻ അവിടെയൊക്കെ ആയി, എല്ലാവരും പഠിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമുക്ക് ഒരിക്കലും സമയമില്ല. നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ 45 ഡേ സ്ട്രാറ്റജിയാണ്. സോ ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും കാണുക. എന്നിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക, അത് ബേസ് ചെയ്തിട്ട് മാത്രം പഠിക്കുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. എക്കണോമിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള എന്താണ് ബേസിക്സ് ഓഫ് എക്കണോമിക്സ്, അതായത് എന്തൊക്കെയാണ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ്. ഓക്കെ, എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, കുറച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് ഡിഫറൻസ്, എക്കണോമിക്സ് എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ നോക്കുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോകണം, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറയണമല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് എക്കണോമി. നമ്മൾ എക്കണോമിയെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി, അങ്ങനെയുള്ളത് കുറച്ചുണ്ടല്ലോ. ടൈപ്സ് ഓഫ് എക്കണോമി നമ്മൾ നോക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് എക്കണോമി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടൈപ്സ് ഓഫ് സെക്ടർ. ഓക്കെ, സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ സെക്ടർ ഉണ്ട്. പ്രൈമറി സെക്ടർ, ടെർഷറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, അങ്ങനെ കുറച്ച്. അത് കൂടെ തന്നെ എക്സ്ട്രാ കണ്ടെണ്ണങ്ങളുണ്ട്. അത് നമ്മൾ ടെർഷറിയുടെ 2 പാർട്ടാണ്, അല്ലെങ്കിൽ ടെർഷറിയുടെ 2 ബ്രാഞ്ച് നമുക്ക് പിന്നെ പറയാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഓക്കെ, ലാസ്റ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഇമ്പറേറ്റീവ് പ്ലാനിങ്, റോളിംഗ് പ്ലാനിങ്, ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്, അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആ ഒരു പ്ലാനിങ് സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ്. ഓക്കെ, എന്താണ് എക്കണോമിക്സ്? നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് എക്കണോമിക്സ്. സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് അധികം എക്കണോമിക്സിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. നമ്മൾ 10th വരെ ആയിരിക്കും ജസ്റ്റ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ എക്കണോമിക്സ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമേ പഠിച്ചിട്ടുള്ളായിരിക്കുള്ളൂ. പക്ഷേ ബേസിക്കായിട്ടും സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എക്കണോമിക്സിന് വലിയ ഡീപ്പായിട്ടുള്ള നോളജ് കാണത്തില്ല. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് UPSCയുടെ. ഓക്കെ, കാര്യം UPSC എക്കണോമിക്സ് വിട്ടൊരു കളിയില്ല. കാര്യം നമ്മളുടെ എല്ലാ ഈ ഒരു ഇന്ത്യയുടെ ഫുൾ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞ എക്കണോമിക്സിലാണ്. എക്കണോമിക്സ് ഇല്ലാതെ ഒരു ഏതൊരു കൺട്രിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഇപ്പോൾ സിവിൽ സർവീസ് പോലെ എക്സാമിനേഷൻസ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും അല്ലെങ്കിൽ ഈ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ഒരുപാട് ബെനിഫിറ്റ് CSE എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. എക്കണോമിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഒരുപാട് ഡെഫിനിഷൻ എക്കണോമിക്സ് ഉണ്ട്. ഒത്തിരി ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ സഹിതം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. ഓക്കെ, ഈ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉത്സവത്തിന് ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു മോതിരം മേടിക്കണം, റിങ് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്സവത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ നിങ്ങൾ ഉത്സവം കണ്ട് കുറച്ച് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കാൻ തോന്നും. സർബത്ത് കുടിക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾ പോയി പാവ് ബജി അല്ലെങ്കിൽ പാനിപ്പൂരി തിന്നും. ഓക്കെ, പാനിപ്പൂരി എല്ലാം തിന്നെല്ലാം കഴിഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരണമല്ലോ. നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ പെട്രോൾ കുറവായിരിക്കും, പെട്രോൾ. ഓക്കെ, ഈ പെട്രോൾ നിങ്ങൾക്ക് അടിക്കണം. അപ്പോൾ ഇതിനെല്ലാം എന്ത് വേണമെന്ന് അറിയോ? ഇതിനെല്ലാം പൈസ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ്. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സാണ് നമ്മുടെ കയ്യിൽ. നമ്മുടെ ഈ 100 രൂപയേ ഉള്ളൂ, നമ്മൾ അതിൽ കൂടുതലില്ല. നമ്മുടെ 100 രൂപ വിചാരിക്കും. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സാണ് ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം നമുക്ക് ഇതിൽ കൂടുതലില്ല, നമുക്ക് ഇതിൻ്റെ പരിമിതിയുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ മൂല്യത്തിലുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ 100 രൂപ കഴിഞ്ഞു, പിന്നെ 100 രൂപ എന്നൊരു സാധനമില്ല. ഓക്കെ, നമുക്കൊരു ലിമിറ്റഡ് റിസോഴ്സ്. ഓക്കെ, ഈ ലിമിറ്റഡ് റിസോഴ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. അൺലിമിറ്റഡ് വാൻസ്. നമുക്ക് മോതിരം മേടിക്കണം, അതിന് സർബത്ത് കുടിക്കണം, പാനിപ്പൂരി കഴിക്കണം, പെട്രോൾ അടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടയർ പഞ്ചറാകുമ്പോൾ അത് ടയർ മാറ്റണം. അപ്പോൾ ടയർ ഇതെല്ലാം കൂടി ഇതിനകത്ത് കുറേ നമുക്ക് ഒരുപാട് അൺലിമിറ്റഡ് വാൻസ് ആണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യും, എങ്ങനെ നമ്മൾ പരിഹരിക്കും? സോ അതാണ് മെയിനായിട്ടും ഈ പറയുന്നത്. അതായത് പരിമിതമായ ഈ ഒരു റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ഓക്കെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പരമാവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ഒരു സയൻസാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ലിമിറ്റഡ് റിസോഴ്സ് അൺലിമിറ്റഡ് വാണ്ട്. ഓക്കെ, ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. ഇത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ലിമിറ്റഡ് റിസോഴ്സിനെ എങ്ങനെ നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് ഇതായിരിക്കും എങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നുള്ള ഒരു ബ്രാഞ്ചാണ് ഈ പറയുന്ന എക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, എക്കണോമിക്സ് എന്നുള്ളത്. സോ ഇത്രയുള്ള എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എന്താണ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്കണോമി? നമ്മൾ എക്കണോമിക്സും നമ്മളൊരു ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് എക്കണോമിക്സ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത എക്കണോമി എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി, നമ്മുടെ എക്കണോമി ഇപ്പം ഒരു വലിയ ഡിപ്രഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ എക്കണോമിയാണ്, ഇന്ത്യൻ എക്കണോമി നമ്മൾ പറയുന്നത്. എന്താണ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആണ്.
ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആണ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ GDP, നമ്മൾ ഈ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ, നമ്മുടെ ഇൻഫ്ലേഷൻ ആയാലും നമ്മുടെ GDP ആയാലും അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും എല്ലാം നാഷണൽ ഇൻകം ആയാലും എല്ലാം കൂടെ നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിനെ നമ്മൾ ഒരു അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് എക്കണോമി ആയിട്ട് മാറുന്നത്. ഓക്കെ, ജപ്പാൻ എക്കണോമി, ഇന്ത്യൻ എക്കണോമി, US എക്കണോമി അല്ലെങ്കിൽ റഷ്യൻ എക്കണോമി നമ്മൾ കിട്ടില്ലേ, ഈ എക്കണോമിക്സിനെ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഇതാണ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതാണ് ബേസിക്കായിട്ടും എക്കണോമിക്സും എക്കണോമി തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമിക്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിയാം. ഓക്കെ, എക്കണോമിക്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്കണോമിക്സ് വി ക്യാൻ ഡിവൈഡ് എക്കണോമിക്സ് ഇൻറ്റു 2 ടൈപ്സ്. ഓക്കെ, അതൊന്നുമില്ല, സിമ്പിളായിട്ട് കേട്ടോ, വളരെ എളുപ്പമാണ്. മൈക്രോ എക്കണോമിക്സ്, അത് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തിട്ട് ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ എന്നാലും സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പഠിച്ചു വരത്തുള്ളൂ. സോ മാക്സിമം ഒന്ന് വീഡിയോ കേട്ട് ഓക്കെ. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, മൈക്രോ ആൻഡ് മാക്രോ. ഓക്കെ, ഇതാണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. സോ എന്താണ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് മൈക്രോ എക്കണോമിക്സ്. ചെറിയ രീതിയിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ വലിയൊരു ഫാമിലി എടുക്കുക. ഓക്കെ, നമ്മൾ വലിയൊരു ഫാമിലി എടുക്കുക. വലിയ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഇപ്പം എന്താ പറയുക, ഒരു എക്സാമ്പിളായിട്ട് കൃത്യമായിട്ട് പറയാനായിട്ട് ഈ മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡാണ് ബേസിക്കായിട്ട്. ബിസിനസ് കാര്യങ്ങളും ഈ ഒരു കാര്യം പ്രത്യേക അനലൈസൻസ്, അത് സപ്ലൈ ഡിമാൻഡ്. ഓക്കെ, മാർക്കറ്റിൽ നടക്കുന്ന സപ്ലൈ ഡിമാൻഡ് കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന പ്രൈസ് സെറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സ് ബേസിക്കായിട്ട് വരുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ. ഓക്കെ, വലിയ രീതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ, GDP, ഇൻഫ്ലേഷൻ, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് സ്മോൾ സ്കെയിൽ എക്കണോമിക് യൂണിറ്റ്സ് സച്ച് ആസ് ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേംസ്. അങ്ങനെ, അതായത് അതാണ് മൈക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. സ്റ്റഡി ഓഫ് സ്മോൾ സ്കെയിൽ എക്കണോമിക് യൂണിറ്റ്സ്, സ്റ്റഡി ഓഫ് സ്മോൾ സ്കെയിൽ ഡെഫിനിഷൻ നമുക്ക് UPSC വേണ്ട, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഡെഫിനിഷൻ മാക്സിമം നിങ്ങൾക്ക് എഴുതി തരത്ത്. വെറുതെ നമ്മൾ തിയറി പഠിച്ചുകൊണ്ട് ഡെഫിനിഷൻ കാണാൻ പഠിക്കുന്ന കാര്യമില്ല. നമുക്ക് ബേസിക് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ക്വസ്റ്റൻസ് ചെയ്യുക. അത് മാത്രമേ UPSC നമുക്ക് ചെയ്യാനുള്ള കാര്യം, കൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ അത് നമ്മൾ കാണാതെ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് അത് മാത്രം കേട്ടാൽ മാത്രം മതി. അതായത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതുകൊണ്ടാണ് അധികം സെൻറ്റൻസ് എഴുതി വീഡിയോ ലെങ്ത് കൂട്ടാത്തതും വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കുന്നതുകൊണ്ടാണ്. സോ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എഴുതി പോയേക്കാം. ഓക്കെ, സ്മോൾ സ്കെയിൽ എക്കണോമിക് യൂണിറ്റ്സ്, such as individuals, households, etc. ഓക്കെ, ഒരു സപ്ലൈ ഡിമാൻഡ്, എന്താ പറയുന്നത്, ക്യാപിറ്റൽ, ലേബർ, ലാൻഡ്, ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ വരുന്നതാണ് മൈക്രോ എക്കണോമിക്സ് വരുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതേപോലെ പറയുമ്പോഴത്തേക്കും എൻ്റെ എക്കണോമി ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ. അതാണ്, അതായത് ഇപ്പോൾ എന്താ പറയുക, സ്റ്റഡി ഓഫ് entire economy, and its behavior. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും GDP, നേരത്തെ പറഞ്ഞ GDP, ഇൻഫ്ലേഷൻ. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഇത് കാര്യങ്ങൾ മൈക്രോ എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതായത് എക്കണോമിക്സ്, ഫാദർ ഓഫ് എക്കണോമിക്സ്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, 1973 ആദം സ്മിത്ത്, സോറി ആദം, ഞാൻ തിരിച്ചല്ലേ എഴുതിയത്, സോറി ഓക്കെ മൈ മിസ്റ്റേക്ക്. ആദം സ്മിത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫാദർ ഓഫ് എക്കണോമിക്സ് ആദം സ്മിത്താണ്. ഇത് UPSCക്ക് ഓർത്ത് വെക്കുക. ആരാണ് എന്നൊന്നും ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിക്കും. അതാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എവിടെയാണ് ഇദ്ദേഹം ഈ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞത്? അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ആദം സ്മിത്തിൻ്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ച് 1773 ഇയർ ഓർത്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1773 ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, മറക്കാതിരിക്കുക, ഓർത്ത് തന്നെ വെക്കുക. ഓക്കെ,
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സിനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരുപാട് നമുക്കറിയാം, മൗര്യൻ സാമ്രാജ്യത്തിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അയാളെ അറിയാം. നമ്മൾ പറയാം ചാണക്യൻ്റെ ബുദ്ധിയാണ് എന്ന് പറയും. ഓക്കെ, ചാണക്യ. സോ എക്കണോമിക്സിനെ കുറിച്ച് അർത്ഥശാസ്ത്ര നമ്മൾ ഓൾറെഡി കേട്ട ടൈമാണ് അർത്ഥശാസ്ത്ര. ഓക്കെ, അർത്ഥശാസ്ത്ര എന്താണ് അർത്ഥശാസ്ത്രം? അർത്ഥശാസ്ത്ര ഓക്കെ, അർത്ഥശാസ്ത്ര എന്താ നമുക്കറിയാം. അർത്ഥശാസ്ത്രം എഴുതിയാരാ? ചാണക്യ, കൗട്ടില്യ, വിഷ്ണുഗുപ്ത, അങ്ങനെ എല്ലാം പറയും. ചാണക്യ നമുക്ക് പല പല രീതിയിൽ കൗട്ടില്യ എന്ന് പറയും, ചാണക്യ എന്ന് പറയും, കൗട്ടില്യ, അങ്ങനെ പല പേരുകളിൽ അദ്ദേഹത്തെ അറിയപ്പെടും. സോ ഇദ്ദേഹമാണ് എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു എക്കണോമിക്സിൻ്റെ ഒരു ഐഡിയ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ഒരു ബുക്ക് അർത്ഥശാസ്ത്രത്തിൽ. അർത്ഥ എന്ന് പറഞ്ഞാൽ മണി, ധനം, വെൽത്ത്, അർത്ഥ. ശാസ്ത്ര എന്ന് പറഞ്ഞാൽ സയൻസ്. സോ ഇതാണ് എൻ്റെ മീനിങ്. ഇനി ബേസിക്കായിട്ട് ഈ ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്യൂറോക്രസി, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഒരു രാജ്യം ഒരു എംപയർ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു രാജാവ് നിലയിലും അല്ലാതെ അവിടുത്തെ മന്ത്രിമാരും, ഒരു ഡിപ്ലോമാറ്റിക് ടെക്സ്റ്റ് എന്ന് പറയാം. അതാണ് നമ്മുടെ ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. സോ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സമയത്ത് ആ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ടെക്സ്റ്റ് അവൈലബിൾ ആയിരുന്നു. അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി നശിപ്പിച്ചു. ആരാന്നറിയാം? ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ഒരാളാണ്. അതൊക്കെ നമുക്ക് ഇനി ബേസിക്കൽ ഹിസ്റ്ററി ആ ഭാഗത്തോട് പഠിക്കാൻ ഒരുപാട് പറഞ്ഞു സമയമില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. സോ അടുത്തതായിട്ട് നമ്മളിപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ എക്കണോമിക്സ് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ബേസിക്കായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമി ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് എക്കണോമി, അതായത് എക്കണോമി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എക്കണോമി ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ്. അതായത് വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ്. വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന തരമാണ് നോക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ക്ലോസ്ഡ് എക്കണോമി. രണ്ടെന്ന് വെച്ചാൽ ഓപ്പൺ എക്കണോമി. ഓക്കെ, ക്ലോസ്ഡ് എക്കണോമി, രണ്ടാമത് ഓപ്പൺ എക്കണോമി. ഓക്കെ, സോ എന്താണ് ക്ലോസ്ഡ് എക്കണോമി? ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ. പുറത്തുനിന്നും അകത്തുനിന്നും, ഓക്കെ, ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പുറത്തുനിന്നും അകത്തുനിന്നും ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല. മനസ്സിലായില്ലേ? അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ആർ പ്രൊഹിബിറ്റഡ്. എക്സ്പോർട്ടിൽ ഇമ്പോർട്ടില്ല, ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. എക്സാമ്പിൾ ക്ലോസ്ഡ് എക്കണോമി. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ആർ പ്രൊഹിബിറ്റഡ്. എക്സ്പോർട്ട് പ്രൊഹിബിറ്റഡ്. ഓക്കെ, ഇതാണ് സംഭവം. അതാണ് പുറത്തോട്ടും അകത്തോട്ട് വ്യാപാര ബന്ധങ്ങൾ നടക്കാത്ത ഒരു എക്കണോമി. നമുക്ക് പക്ഷേ അങ്ങനെ എക്കണോമി ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലും. കാര്യം വേറെ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം യൂറോപ്പിലാണ്, യൂറോപ്പാർക്ക് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിന് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യും, അവിടെ ഇങ്ങോട്ട് വൈൻസും ബിവറേജസും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യും. സോ അതൊരു കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം നമ്മുടെ കൺട്രിയിൽ മാത്രം എല്ലാം നിർമ്മിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 100% നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ഒരുപാട് സെൽഫ് റിലയൻസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില നമുക്ക് ബേസിക് നീഡ്സ് ഉണ്ടല്ലോ, നമുക്ക് അത് ചിലപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കിട്ടണമെന്നില്ല. സോ നമ്മൾ ബാക്കിയുള്ള കൺട്രീസ്, എല്ലാ കൺട്രീസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിലാണ് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയയ്ക്ക് ഒരു ടൈപ്പ് എന്താ പറയുന്നത് ക്ലോസ്ഡ് എക്കണോമിയാണ് നോർത്ത് കൊറിയ. ഓക്കെ, നോർത്ത് കൊറിയ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എക്കണോമി. ഓക്കെ, ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എക്കണോമി വേറെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ആർ അലൗഡ്. നമുക്കറിയാം ഇഷ്ടം പോലെ ഉണ്ട് ഓപ്പൺ എക്കണോമി. ഇന്ത്യ, USA, ജർമ്മനി എല്ലാം ഓപ്പൺ എക്കണോമിയാണ്. ഓക്കെ, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ട്രേഡിനായാലും ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എല്ലാ കൺട്രിയും ഉണ്ട്. ഓക്കെ, സോ അത് ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പൺ എക്കണോമി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആർ അലൗഡ്. ഓക്കെ, എക്സാമ്പിൾ ഇന്ത്യ, USA, അങ്ങനെ പറയണം. ഇത്രയും കാര്യങ്ങൾ പുറത്ത് വെക്കുക. ഇതൊക്കെയാണ് ക്ലോസ്ഡ് എക്കണോമി, ഓപ്പൺ എക്കണോമി ഓൺ ദ ബേസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസിക്കായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എക്കണോമി ഓൺ ദ ബേസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. ഓക്കെ, എക്കണോമി ഓൺ ദ ബേസ് ഓഫ് ഗവൺമെന്റ് കൺട്രോളിന്റെ അടിസ്ഥാനത്തിൽ എക്കണോമിയെ തരംതിരിക്കുന്ന രീതിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ എക്കണോമി ഓൺ ദ ബേസ് ഓഫ് ട്രേഡ്. ഇനി നോക്കാൻ പോകുന്നത് എക്കണോമി ഓൺ ദ ബേസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. എക്കണോമി ഓൺ ദ ബേസിസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. ഓക്കെ, ഗവൺമെന്റ് കൺട്രോൾ അതിനെ നമുക്ക് ബേസിക്കായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, ഒന്ന് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റിക്
എക്കണോമി. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി. സോ ഒന്നുമില്ല, ഫ്രീ നമ്മൾ ബേസിക്കായിട്ടും ഫ്രീ ആയിട്ട് ചിന്തിക്കുക. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം ബേസിക്കലി ഇവരുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഒരു രീതിയിലുള്ള നമുക്ക് നോക്കാം ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. അത് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ പ്രത്യേകതകൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കാം. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നോ ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടത്തില്ല. അതായത് ഫുൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അവിടുത്തെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നോ ഗവൺമെൻറ് കൺട്രോൾ. നോ ഗവൺമെൻറ് കൺട്രോൾ. ബേസിക്കായിട്ട് അതാണ് ഈ പ്രൈവറ്റ് ഈ പറഞ്ഞ എന്താ പറയുക ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം. അതായത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ദ പ്രൈമറി ഗോൾ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതാണ് പ്രൈമറി ഗോൾ. ഓക്കെ, ഇത് മറക്കാതെ ഓർത്ത് വെക്കുക. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത് രണ്ടുമാണ് പ്രൈമറി ഗോൾ. ഓക്കെ, ഇത് രണ്ടുമാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, പ്രൈമറി ഗോളാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ഓക്കെ, ഇതാണ് പ്രൈമറി ഗോൾ. ഇത് മൂന്ന് കുറച്ചായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്നുമില്ല. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, നോ ഗവൺമെൻറ് കൺട്രോൾ. ഓക്കെ, എക്സാമ്പിൾ വ്യവസായം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ബേസിക്കായിട്ട് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഇപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നോക്കുക. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം UPSC എക്സാമിന് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും ഈ 3 ഫീച്ചേഴ്സും ഏത് എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് UPSC എക്സാമിന് സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസ് ആണ്. എൻ്റെ എക്സാമിനേഷൻ ആയാലും CDS ആയാലും CPF ആയാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ സാധാരണ കാണും എല്ലാ വർഷവും. അല്ലെങ്കിൽ പോലും അതൊരു ഫേവറേറ്റ് പോർഷനാണ്. ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിലെ ഫേവറേറ്റ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ. ഓക്കെ, ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഫ്രീ മാർക്കറ്റ് എക്കണോമിയാണ്. അവിടെ ഒരു രീതിയിലുള്ള ഒരു ഗവൺമെൻറ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രീ മാർക്കറ്റ് എക്കണോമിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ അത് നമ്മൾ ജസ്റ്റ് എഴുതി പോകുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, ഫ്രീ മാർക്കറ്റ് എക്കണോമി, നോ പബ്ലിക് സെക്ടർ, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓൺഷിപ്പുള്ള കമ്പനീസ് ആണ് കൂടുതലും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന മാർക്കറ്റ്. അത് നോ പബ്ലിക് സെക്ടർ. ഓക്കെ, പബ്ലിക് സെക്ടർ. അതുപോലെ തന്നെ ഓൺലി എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ നമ്മളത് പബ്ലിക് സെക്ടർ നമ്മൾ എഴുതി. അതുപോലെ കൺസ്യൂമർ ഹാസ് മോർ ചോയ്സ്. അതാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇനി ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി കൺസ്യൂമർ എന്ന് വെച്ചാൽ ഉപഭോക്താവ്. നമ്മൾ സാധനം മേടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൺസ്യൂമറാണ്. ഒരു വസ്തു ആപ്പിൾ നമ്മൾ മേടിക്കാൻ പോയാൽ നമ്മൾ ആപ്പിളിലെ കൺസ്യൂമറാണ്. ഓക്കെ, കൺസ്യൂമർ ഹാസ് മോർ ചോയ്സ്. ഓക്കെ, മോർ ചോയ്സ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മേടിക്കാൻ പറ്റും എവിടെ? ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മോർ ഇന്നോവേഷൻസ് ഉണ്ട്. ഒരുപാട് പുതിയ ഐഡിയാസ് പുതിയ കമ്പനീസ് അവർ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. സോ മോർ ഇന്നോവേഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ. കാര്യം ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അടുത്ത ആൾ ഇറക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് അത് ഡെവലപ്പ് ആവും. സോ കോമ്പറ്റീഷൻ ഈസ് മോർ ഇൻ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ്. കോമ്പറ്റീഷൻ ഈസ് മോർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നോർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹയർ ആൻഡ് ഫയർ പോളിസി. അതായത് ഹയർ ചെയ്യാം, നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഹയർ ചെയ്യാം. ഹയർ ആൻഡ് ഫയർ പോളിസി. ഫയറും ചെയ്യാം നമ്മൾ ദേഷ്യം ഹയർ ആൻഡ് ഫയർ പോളിസി. ഓക്കെ, ഹയർ ആൻഡ് ഫയർ പോളിസി അവിടെ ഇത് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിലുണ്ട്. സോ അത് നോർത്ത് വെച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ടും ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും. അടുത്തതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റിക് കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. ഓക്കെ, അടുത്ത സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ബേസിക്കായിട്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഒരു ഫാദർ നമുക്ക് പറയാൻ സാധിക്കുന്ന കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാൾ മാർക്സിനെ കുറിച്ച് വലിയൊരു സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഐഡിയകൾ ഫോളോ ചെയ്യുന്ന ഒരു വലിയ കാൾ മാർക്സ്, ഒരു വലിയ ഒരു പേഴ്സണായിരുന്നു കാൾ മാർക്സ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ബുക്കുണ്ട്, അത് ദാസ് ക്യാപിറ്റലാണ്. ദാസ് ക്യാപിറ്റൽ അതാണ് കാൾ മാർക്സിൻ്റെ ആ ഒരു ബുക്കിൻ്റെ പേര്. സോ ഓൾമോസ്റ്റ് എല്ലാ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസും അദ്ദേഹം എന്താ പറയുക ബാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞ ദാസ് ക്യാപിറ്റൽ വഴി അല്ലെങ്കിൽ ഈ ബുക്കിലൂടെയാണ് കൂടുതൽ ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞത്. ഓക്കെ, ദാസ് ക്യാപിറ്റൽ. സോ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് നോക്കാം.
ഓക്കെ ബേസിക്കായിട്ട് ഒന്നുമില്ല. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അവർ കോമ്പറ്റീഷൻ കുറവായിരുന്നു. അതുപോലെ പ്രൈവറ്റ് അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലാതെ അവിടെ പ്രൈമറി ഗോൾ കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കൺട്രോൾ ആയിരുന്നു. അതായത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം ആൾക്കാർ ചെയ്താൽ മതി. അതായത് ഒരു ഫ്രീഡം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇൻഡിവിജ്വലായിട്ട് ഒരു മാർക്കറ്റ് ഒരു നമുക്കൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഫ്രീഡം അവിടെ ഇല്ലായിരുന്നു ബേസിക്കലി. അതായത് ഒരു കൺസ്യൂമർ സോവർണിറ്റി ഇല്ലായിരുന്നു. ഇന്നോവേഷൻ വളരെ കുറവായിരുന്നു. മനസ്സിലാക്കുക ഒരു റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് അണ്ടറിലുണ്ട്. അതായത് നമുക്ക് ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ് മാൻ ആവാനായിട്ട് സാധിക്കാൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ. അതായത് ഈ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതായിരുന്നു ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഓർത്ത് വെച്ചിരിക്കും കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോകാണ്. സോ ഇതൊക്കെ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. സോഷ്യലിസ്റ്റ് എക്കണോമി അതിന് നമുക്ക് അതിന് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കമാൻഡ് എക്കണോമി, അത് യൂപിഎസ്സിക്ക് ചോദിക്കുക ഏത് എക്കണോമിയാണ് കമാൻഡ് എക്കണോമി. ഓക്കെ കമാൻഡ് എക്കണോമി എന്ന് പറയും. അതുപോലെ തന്നെ മാൻഡ് എക്കണോമി. ഓക്കെ മാൻഡ് എക്കണോമി ഇത് രണ്ടും പറയും. ഓക്കെ ഓർത്ത് വെച്ചിരിക്കുക. മാൻഡ് എക്കണോമി ഓക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ഇത്രയും കാര്യങ്ങൾ. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റിക് എക്കണോമി. ഓക്കെ ഇത് നമ്മൾ ഓർത്തേക്കുക. ഒന്നുമില്ല, നോ പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റ്, ഡോമിനേഷൻ ഓഫ് പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് കൺട്രോൾ ആയിരിക്കും, ലെസ് ചോയ്സ് ഓഫ് കൺസ്യൂമർ ഇസ് നോട്ട് ദ സോവറൈൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സ്, അതായത് മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഉണ്ട്. അതായത് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് പ്രോപ്പറായിട്ടുള്ള ആ ഒരു റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നോ പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ അതായത് ഡോമിനൻസ് ഓഫ് no private sector involvement, dominance of public sector. ഓക്കെ കറക്റ്റ് പബ്ലിക് സെക്ടർ. ഓക്കെ അതുപോലെ തന്നെ ലെസ് ഇന്നോവേഷൻ ആണ്. അധികം ഇന്നോവേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈ കുടിൽ വ്യവസായം എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി വെൽഫെയർ ഓഫ് ദ സോഷ്യൽ വെൽഫെയർ ആയിരുന്നു പ്രൈമറി മോട്ടീവ്. മറ്റേത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇവിടെ സോഷ്യൽ വെൽഫെയർ ആണ് പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് ബേസിക്കായിട്ടും ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് മിക്സഡ് എക്കണോമി. ഓക്കെ സോ മിക്സഡ് എക്കണോമിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് എക്കണോമി ബേസിക്കലി മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഭിപ്രായം. അതായത് ക്യാപിറ്റൽ എക്കണോമി എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന പോലെ സോഷ്യലിസ്റ്റിക് എക്കണോമിയുടെ പ്രിൻസിപ്പിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ മിക്സഡ് എക്കണോമിക് കൺട്രിയാണ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ സോഷ്യലിസ്റ്റിക് ഇത് നമ്മുടെ കൺട്രിയിൽ നമുക്കുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റിക് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതായത് ഇന്ത്യയുടെ കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി നമ്മളൊരു ഇതുണ്ട്. നമ്മൾ ഇന്ത്യ മിക്സഡ് എക്കണോമി ആയത് 1956 ഇന്ത്യ മിക്സഡ് എക്കണോമി ആയത്. നോർത്ത് വെച്ചിരിക്കും. ഇന്ത്യ മിക്സഡ് എക്കണോമി ആയത് നമ്മുടെ രാജ്യത്ത് അതിന് മുമ്പ് ബ്രിട്ടീഷ് റൂൾ ആയിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കഴിഞ്ഞിട്ട് ഇത്രയും സമയം 1956 ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമി ആക്കാനായിട്ട് നമ്മളൊരു ഐഡിയ പ്രൊമോട്ട് ചെയ്തത്. കാര്യം മനസ്സിലായി, രാജ്യത്ത് ഉള്ള ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്ത് ഡെവലപ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഇല്ലാത്ത കാര്യങ്ങൾ ബാക്കിയുള്ള കൺട്രിക്ക് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രിയിൽ പോസിബിൾ ആക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടേഴ്സ് പോലുള്ള ടാറ്റ പോലുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ബിസിനസ്സുകൾ തുടങ്ങി പുതിയ എന്താ പറയുക ഇന്നോവേഷൻസ് ആയാലും പുതിയ കമ്പനീസ് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അത് നമ്മുടെ കൺട്രിയുടെ വലിയ ഗ്രോത്തിന് ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഇത്ര കാര്യങ്ങൾ. ഓക്കെ അതാണ് ഇത് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. സോ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്ക് 1929 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കും. മിക്സഡ് എക്കണോമി എപ്പോഴാണ് കൂടുതലും അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ ഒരു എമർജൻസി അല്ലെങ്കിൽ എപ്പോഴാണ് ഉടലെടുത്ത് നോക്കുവാണെങ്കിൽ 1929 US ഗ്രേറ്റ് റിസഷൻ നടന്നു. റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മാന്തി, അതായത് എല്ലാത്തിനും വില കണ്ടമാനം കുറയുന്നു. ഓക്കെ ഡിപ്രഷനാണ് ഇതിൻ്റെ റിസഷൻ എന്നൊക്കെ പറയും. ഗ്രേറ്റ് ഡിപ്രഷൻ അതായത് ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം വില കൂടുന്നതിനാണ് വിലക്കയറ്റം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിസഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ JM കീൻസ് മാർക്ക് ചെയ്തത്. ഓക്കെ JM കീൻസ് എന്ന് പറയുന്ന സൈറ്റിസ്റ്റ് 1929. ഓക്കെ 1929 USA ഗ്രേറ്റ് റിസഷൻ. ഓക്കെ ഗ്രേറ്റ് റിസഷൻ ഉണ്ടായി. സോ ഇതിനെ തുടർന്ന് ഒരു എക്കണോമിസ്റ്റ് JM കീൻസ് ഇത് ഓർത്തുക, പേര് മറക്കാതിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് നെയിമാണ്. JM കീൻസ്. ഓക്കെ JM കീൻസ് ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു മിക്സഡ് എക്കണോമിയുടെ ഐഡിയ ഫസ്റ്റ് ഇദ്ദേഹമാണ് മിക്സഡ് എക്കണോമിയുടെ ഐഡിയ
കൊണ്ടുവന്നത്. അതായത് പ്രൈവറ്റ് സെക്ടറിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് രണ്ടിൻ്റെയും എക്സിസ്റ്റൻസ് വളരെ ഒരു എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൊണ്ടുവന്ന ഈ ഒരു എക്കണോമിസ്റ്റാണ് ജെയിംസ് കീൻസ്. ഇത് മാർക്ക് ചെയ്തത്. ഓക്കെ, സോ ഇന്ത്യ പോലുള്ള ഒരു കൺട്രി ഇത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെയാണ് നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എക്കണോമിയാണ് മിക്സ്ഡ് എക്കണോമി. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടും ഇൻട്രൊഡക്ഷൻ എക്കണോമിയും ടൈപ്സ് ഓഫ് എക്കണോമിയും നിങ്ങൾ നോക്കേണ്ട കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സോ ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു തിയറി, അതായത് തിയറി പാർട്ടാണ് ഇത് രണ്ടും. തിയറി പാർട്ടാണ്, അതായത് നമ്മൾ തിയറി പാർട്ടിൽ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സും ഇൻട്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ടൈപ്സ് ഓഫ് എക്കണോമി. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ രണ്ട് തിയറി പോർഷൻ. സോ ഇനി ഈ ഒരു പോർഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പർ ഉണ്ടോ, ഈ നമ്പറിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ സിമ്പിളായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഹായ് ഇട്ടാൽ മതി, ബാക്കി റിപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 80799614 ഓക്കെ, ഈ നമ്പർ നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തൊരു കാര്യങ്ങളും ഡിഫൻസ് എക്സാംസിൻ്റെ CDS ആയിക്കോട്ടെ, ND ആയിക്കോട്ടെ, FCAT ആയിക്കോട്ടെ, ബാക്കിയുള്ള എക്സാംസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, എന്ത് രീതിയിലുള്ള എക്സാംസ് ഡൗട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ CV വെച്ചിട്ട് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾക്ക് ക്യൂസ് പോളിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യണമെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനൽ ഫോളോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ടെലിഗ്രാമിനകത്ത് എല്ലാ കാര്യങ്ങളും ഇടുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടെലിഗ്രാമിൽ മാക്സിമം ജോയിൻ ചെയ്ത് നോക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് മനസ്സിലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ മനസ്സിലാക്കുക. എന്നിട്ട് ഡൗട്ട് മാറിയെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് നമുക്ക് നമ്മുടെ ഡിഫൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇതിൻ്റെ വേറെ കാര്യം, ഇതിൻ്റെ PDF നോട്ട്സ് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഫ്രീ ആണ്, ഒരു പൈസ തരണ്ട. ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF നോട്ട്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും, അതായത് ഒരു ടോപ്പിക് ഇപ്പോൾ നമ്മൾ പഠിച്ച എക്കണോമിക്സിൻ്റെ ഈ പറഞ്ഞ 2 ടോപ്പിക്കിൻ്റെയും ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നോട്ട്സ് വേണ്ടുന്നവർ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ PYQസും നമ്മൾ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള PYQs നമ്മൾ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ ഇത് മറക്കാതെ നോക്കുക. നിങ്ങൾക്ക് എളുപ്പമായി നിങ്ങൾ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കിയിട്ട് റഫർ ചെയ്ത് പഠിക്കാനാണ്. സോ ഇത് ബേസിക്കായിട്ട് നിങ്ങൾ നോട്ട് വെച്ചിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ഇനി ഒരുപാട് ടോപ്പിക്സും കവർ ചെയ്യാനുണ്ട്. സോ നമുക്ക് ഇനിയും ഓരോ വരും ദിവസങ്ങളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാക്സിമം നമ്മളൊരു 1 day 1 വീഡിയോ വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിരിക്കും. കാര്യം ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ ആഗ്രഹം ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ വീഡിയോസ്, അതായത് ഫുൾ ടോപ്പിക് UPSCയുടെ ശ്രദ്ധിച്ചു കേട്ടോ UPSCയുടെ CDS NDA ഇത് കംപ്ലീറ്റ് UPSC സിലബസ്. ഓക്കെ, കംപ്ലീറ്റ് UPSC സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. വിത്ത് പ്രോപ്പറായിട്ടുള്ള ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ടെലിഗ്രാം ചാനലിൽ വാട്സപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത് നോക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് മൈ വീഡിയോ, ജസ്റ്റ് ലൈക്ക്, ഓക്കെ, ആൻഡ് ഷെയർ. അത്രേ ഉള്ളൂ. താങ്ക് യു. ജയ് ഹിന്ദ്. ഓക്കെ, ജയ് ഹിന്ദ്. Bye.